എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സസൈസ് ആണ് നോക്കുന്നത്. പ്രാക്ടീസ് സെഷനാണ്. പൊതുവേ നമ്മൾ സംഗീതം പഠിച്ചു തുടങ്ങുന്നത് മായാമാളവ ഗൗളയിലാണ്. അലങ്കാരങ്ങൾ വരെ, സപ്തതാള അലങ്കാരങ്ങൾ വരെ മായാമാളവ ഗൗളയിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ഗീതം, സ്വരജതി, ജതിസ്വരം, വർണ്ണങ്ങളൊക്കെ മറ്റ് രാഗങ്ങളിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മായാമാളവ ഗൗള കൂടാതെ മറ്റു രാഗങ്ങളും പരിചയപ്പെടുന്നു. മോഹനം, ഹംസധ്വനി, ഇപ്പോൾ വർണ്ണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് ഹംസധ്വനി വരുന്നത്. പിന്നെ ശങ്കരാഭരണം, കല്യാണി, ഇതൊക്കെ ഗീതത്തിൽ ഉൾപ്പെടുന്ന രാഗങ്ങളാണ്. അപ്പം ഈ രാഗങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ജണ്ടവരിശകൾ, അലങ്കാരം, സപ്തതാള അലങ്കാരങ്ങളെല്ലാം മറ്റുള്ള രാഗങ്ങളിൽ അല്ലെങ്കിൽ മായാമാളവ ഗൗള അല്ലാതെ, മായാമാളവ ഗൗളയിലാണ് നമ്മൾ പഠിക്കുന്നത്, അത് മറ്റുള്ള രാഗങ്ങളിലേക്ക് ആക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സ്വരവും കാരവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സപ്തതാള അലങ്കാരങ്ങൾ നമുക്ക് ഹിന്ദോള രാഗത്തിൽ ഒന്ന് പാടി നോക്കാം. ഹിന്ദോളം എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള രാഗമാണ് ഹിന്ദോളം. പൊതുവെ കുറച്ച് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു രാഗമാണ്. 20ാമത്തെ മേളകർത്ത രാഗമായ നട ഭൈരവിയുടെ ജന്യരാഗമാണ് ഹിന്ദോളം. അപ്പം ഈ സപ്തതാള അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് 7 താളങ്ങളിലാണ് ഉള്ളത്. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം, ഇങ്ങനെയാണ് സപ്തതാളം വരുന്നത്, സപ്തതാള അലങ്കാരങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ ഇത് മറ്റുള്ള രാഗം എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഈസിയസ്റ്റ് ആയിട്ടുള്ള താളം സെലക്ട് ചെയ്യുക. അതാണ് നമുക്ക് പഠിക്കാൻ എളുപ്പം. അപ്പം ഈ സപ്തതാള അലങ്കാരങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏകതാളമാണ്. ഏറ്റവും അവസാനത്തെ താളമായ ഏകതാളമാണ്. 4 അക്ഷരക്കാലമുള്ള താളമാണ് ഏകതാളം. അപ്പം നമ്മൾ മായാമാളവ ഗൗളയിൽ ഇത് പഠിക്കുമ്പോൾ സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ, ഇങ്ങനെ പോകും. അപ്പം സരി ഗ മ രി ഗ മ പ ഗ മ പ ധ, ഇങ്ങനെയാണ് നമ്മൾ മായാമാളവ ഗൗളയിൽ ഇത് പഠിക്കുന്നത്. അപ്പം 1 2 3 4 4 അക്ഷരകാലമേ ഒരു താളവട്ടത്തിൽ അതിന് വരുന്നുള്ളൂ. ഇത് നമ്മൾ ഹിന്ദോളത്തിലാക്കുമ്പോഴത്തേക്ക് ഹിന്ദോളത്തിൻ്റെ ആരോഹണ അവരോഹണം നമുക്ക് നോക്കണം. സ ഗ മ ധ നി സ സാ നി ധ മ ഗ സ, ഇതാണ് ഹിന്ദോളത്തിൻ്റെ ആരോഹണ അവരോഹണം. അപ്പം ഷഡ്ജം കഴിഞ്ഞിട്ട് സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. പഞ്ചമം ഇല്ല, ഋഷഭം ഇല്ല. അപ്പം നമ്മൾ ആ സ്വരങ്ങൾ വിട്ടിട്ട് വേണം ആ പാറ്റേൺ നമ്മൾ എഴുതി വെക്കാനായിട്ട്. ആദ്യം ഇപ്പോൾ തുടങ്ങുന്ന കുട്ടികൾ ആകുമ്പോഴത്തേക്ക്, ആദ്യം പഠിച്ചു തുടങ്ങുന്നവരാകുമ്പോൾ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആദ്യം എഴുതി വെക്കുക. അപ്പോൾ ഋഷഭവും പഞ്ചമവും ഇല്ലാതെ എഴുതുകയും വേണം. നമ്മൾ പാടുന്ന സമയത്ത് സ്വരങ്ങൾ വ്യത്യാസമുണ്ട്. സാധാരണ ഗാന്ധാരമാണ്, പിന്നെ ശുദ്ധ ധൈവതം, ശുദ്ധ മധ്യമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. അപ്പം നമുക്കൊന്ന് പാടി നോക്കാം. സ ഗ മ ധ ഗ മ ധ നി മ ധ നി സ. അപ്പം 3 താളവട്ടത്തിൽ ആരോഹണം കംപ്ലീറ്റ് ആയി. ഒന്നുകൂടെ നോക്കാം. സ ഗ മ ധ ഗ മ ധ നി മ ധ നി സ സാ നി ധ മ നി ധ മ ഗ ധ മ ഗ സ. അപ്പം 3 താളവട്ടം ആരോഹണത്തിലും 3 താളവട്ടം അവരോഹണത്തിലും ആകുമ്പോഴത്തേക്ക് 1ാം കാലം കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മന്ത്രസ്ഥായിലും താരസ്ഥായിലും കൂടി പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഈ
ഈ 3 സ്ഥായികൾ കോമൺ ആയിട്ട് ഈ 3 സ്ഥായികളും നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ ഏത് മ്യൂസിക്കൽ ഫോം പാടിയാലും ഇപ്പം ഗീതം മുതലുള്ള എന്ത് പാടിയാലും ഈ 3 സ്ഥായിയിലും അതിൻ്റെ സഞ്ചാരം ഉണ്ടായിരിക്കും. നമ്മൾ ഉറപ്പായിട്ടും ആ 3 സ്ഥായിയിലും നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്കത് പാടാൻ സാധിക്കുകയുള്ളൂ. അപ്പം സ ഗ മ ദ ഗ മ ദ നി മ ദ നി സ താരസ്ഥായി ഷഡ്ജത്തിലെത്തിയ നമുക്ക് അതിന് മുകളിലോട്ട് പോകാനായിട്ട് മദനിസയാണ് പാടി. ദ തൊട്ടടുത്ത മധ്യമത്തിൻ്റെ തൊട്ടടുത്ത സ്വരം എന്ന് പറയുന്നത് ഹിന്ദോളത്തിൽ ധൈവതമാണ്. ദ നി സ ഗ നി സ ഗ മ മധ്യമം വരെ താരസ്ഥായി മധ്യമം വരെ പോകുന്നുണ്ട്. അപ്പം ദ നി സ ഗ നി സ ഗ മ അവിടുന്ന് പിന്നെ താഴേക്ക് പോരാം. മ ഗ സ നി ഗ സ നി ധ സ നി ധ മ നി ധ മ ഗ ധ മ ഗ സ. അപ്പം മധ്യസ്ഥായി ഷഡ്ജത്തിൽ എത്തി. അതിന് ഇനിയിപ്പം മന്ത്രസ്ഥായിലോട്ട് പോകാനായിട്ട് ദ മ ഗ സ അവിടെയാണ് നമ്മൾ പാടി നിർത്തിയത്. അടുത്ത താഴേക്ക് വരുമ്പോൾ അവരോഹണ ക്രമത്തിൽ വരുമ്പം അടുത്തത് മധ്യമത്തിൽ തുടങ്ങണം. മ ഗ സ നി ഗ സ നി ധ സ നി ധ മ. മധ്യമം വരെ പോകാൻ പറ്റുന്നവർക്ക് പോകാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിർത്താം. മ ഗ സ നി ഗ സ നി ധ സ നി ധ മ മ ധ നി സ ധ നി സ ഗ നി സ ഗ മ സ ഗ മ ധ ഗ മ ധ നി മ ധ നി സ ധ നി സ ഗ നി സ ഗ മ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ നി ധ മ ഗ ധ മ ഗ സ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ. അതാണ് ഒന്നാം കാലത്തിൽ സ്വരങ്ങൾ പാടുന്നത്. അപ്പം നമുക്ക് രണ്ടാം കാലം നോക്കാം. മ ധ നി സ ധ നി സ ഗ നി സ ഗ മ സ ഗ മ ധ ഗ മ ധ നി മ ധ നി സ ധ നി സ ഗ നി സ ഗ മ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ നി ധ മ ഗ ധ മ ഗ സ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ. ഒന്നുകൂടെ. മ ധ നി സ ധ നി സ ഗ നി സ ഗ മ സ ഗ മ ധ ഗ മ ധ നി മ ധ നി സ ധ നി സ ഗ നി സ ഗ മ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ നി ധ മ ഗ ധ മ ഗ സ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ. അപ്പം നമുക്ക് അടുത്ത സ്പീഡ് നോക്കാം. മ ധ നി സ ധ നി സ ഗ നി സ ഗ മ സ ഗ മ ധ ഗ മ ധ മ ധ നി സ ധ നി സ ഗ നി സ ഗ മ മ ഗ സ നി ഗ സ നി ധ സ നി ധ നി ധ മ ഗ ധ മ ഗ സ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ. ഒറ്റ മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി പാടി മധ്യസ്ഥായി മന്ത്രസ്ഥായിൽ വരുമ്പോഴത്തേക്ക് താളം കംപ്ലീറ്റ് ആവും. ഒന്നുകൂടെ. മ ധ നി സ ധ നി സ ഗ നി സ ഗ മ സ ഗ മ ധ ഗ മ ധ നി സ ധ നി സ ഗ നി സ ഗ മ മ ഗ സ ഗ സ നി ധ സ നി ധ മ നി ധ മ ഗ ധ മ ഗ മ ഗ സ നി ഗ സ നി ധ സ നി ധ മ. അപ്പം ഇത്രയുമാണ് നമുക്കിന്ന് ഈ ഒറ്റ സ്വരം മാത്രം നോക്കിയാൽ മതി. അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത സ്വരം നോക്കാം.
ഇത് തന്നെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഹിന്ദോള രാഗത്തിൻ്റെ സ്വരങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത കുറച്ചുകൂടെ അതായത് ഇതിൻ്റെ അടുത്ത ഈസി ആയിട്ട് തോന്നുന്ന സ്വരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇത് ഹിന്ദോള രാഗത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.